വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. ഡോട്ട്സ് അക്കാഡമിയിലെ ഈ പുതിയ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു എഡിറ്റോറിയൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ആ എഡിറ്റോറിയൽ വരുന്ന 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്ന് പറയുന്നത് ആ ന്യൂസ് ഐറ്റം നമ്മളൊന്ന് നോക്കും. ന്യൂസ് ഐറ്റം നോക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ വേർഡ്സ്, ന്യൂ വേർഡ്സ് പരിചയപ്പെടുക. അതേപോലെ തന്നെ യൂസേജസ് ലൈക്ക് ഇഡിയംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് ഒരു ന്യൂസ് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ, ഒരു ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാവാതിരിക്കുക. GK അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് ഏതാണ് ഇമ്പോർട്ടൻ്റ്, എക്സാമിന് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത, എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതിനകത്ത് മേജർ കറൻറ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് അതിനകത്തുള്ളത്, അത് എവിടെയൊക്കെ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യങ്ങളും. മൂന്നാമതെന്ന് പറയുന്നത്, നമുക്ക് ഒരു കോംപ്രിഹെൻഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് എളുപ്പം വായിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു എസ്സേയുടെ സ്കില്ല് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരു എസ്സേ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു എസ്സേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആ എസ്സേക്കകത്തുള്ള കോമ്പണൻസ് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ആർട്ടിക്കിൾ, ഒരു ന്യൂസ് ഐറ്റം എടുത്തിട്ട് ഈ പറയുന്ന 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ഐറ്റം എന്ന് പറയുന്നത് എഡിറ്റോറിയലാണ്. Jan 1 വന്നതാണ്. Jan 1, 2024 Jan 1 വന്ന ഒരു എഡിറ്റോറിയൽ സെക്ഷനാണ്. നമുക്ക് ഐറ്റം ഒന്ന് നോക്കാം. പരേഡ് ഓഫ് യൂണിറ്റി. സോ പരേഡ് ഓഫ് യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എന്തിനെക്കുറിച്ചാണെന്നുള്ളത്. പക്ഷേ എന്താണ് എഡിറ്റർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് ന്യൂസ് ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പൊളിറ്റിക്കൽ പാർട്ടിസൺഷിപ്പ് ഹാസ് നോ പ്ലേസ് ഓൺ റിപ്പബ്ലിക് ഡേ. Tableau proposals by the opposition-ruled states of Delhi, Punjab and West Bengal are among those not qualified for the Republic Day parade this year on January 26, leading to allegations of partisanship. The Aam Aadmi Party AAP, that is in power in Delhi and Punjab, and the Trinamool Congress, that is in power in West Bengal, are crying foul. Delhi had proposed showcasing its school education and health services, and the Punjab government had plans to exhibit the state's heritage and the history of its martyrs for India's national movement. The West Bengal proposal was to display the Kanya Shri project that serves girls in the state. Similar proposals by Delhi and West Bengal have been rejected earlier too. In the case of Delhi, its proposals have been turned down for 3 consecutive years. In 2022, Tamil Nadu's Tableau, which was themed on the state's role in national movement, did not qualify. The Bharatiya Janata Party BJP has said that as these tableaus were meant for the political promotion of opposition parties, they did not make the cut. Allegations of partisanship surfaced during the previous United Progressive Alliance regime too, where tableaus proposed by the BJP-run Gujarat government were not approved for the parade for several years. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. A national celebration is one that can do without such controversies. The Republic Day parade is a combination of patriotism and pomp, and an observance of the country's unity and diversity. It is a show of hard power, highlighting India's military might alongside its cultural heritage and soft power. There is a show of state power, but it is also a festival of people's power. The parade celebrates the memory of the momentous struggle that the founders of the Republic undertook for freedom from imperialism and towards building a modern democratic nation. The theme of the 2024 Republic Day is India, Mother of Democracy and Viksit Bharat, Developed India. The Ministry of Defense has an elaborate screening mechanism that selects participants for the parade. A committee of distinguished persons drawn from various fields screens proposals from states and organizations. Visual appeal, impact on the masses, theme, degree of detailing,
music and involvement of local artists are the key deciding factors in the selection of a tableau. It is an unfortunate turn for a cherished national day that some states feel excluded from it for political reasons. Regardless of whether their anguish is justifiable or not, efforts to mitigate it would befit the occasion. The center should seek ways to achieve more objectivity in the selection of tableaus and leave little room for complaint. നമുക്ക് ന്യൂ വേർഡ്സ് നോക്കാം. ആദ്യത്തെ എന്താ പറയുന്നത്? പൊളിറ്റിക്കൽ പാർട്ടിസൺഷിപ്പ്. പൊളിറ്റിക്കൽ പാർട്ടിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പാർട്ടിസൺ. ഇപ്പം ചില വേർഡ്സ് നമ്മൾ മീനിങ് അറിയാതെ തന്നെ നമുക്ക് ഏകദേശം ആ സെൻറ്റൻസ് നമുക്ക് ഗെസ് ചെയ്യാം, ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഗെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ടിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ന്യൂസ് ഐറ്റം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ബയാസാണ്, അഥവാ പക്ഷപാതം എന്ന് പറയും. നമ്മൾ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടിസൺഷിപ്പ് എന്ന് പറയുന്നത്. സോ ബയാസാണ്, ഒരു തരം പാർഷ്യാലിറ്റിയാണ് പാർട്ടിസൺഷിപ്പ്. അപ്പോൾ അത് നമ്മളിവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ തന്നെ നമ്മൾ പലതവണയായിട്ട് കാണുന്നുണ്ട് പാർട്ടിസൺഷിപ്പ് എന്നുള്ളത്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഈ ടാബ്ലോ എന്ന് പറയുന്നത്. ടാബ്ലോ എന്ന് പറയുന്നത് സിംഗുലറാണ് ടാബ്ലോ, ആൻഡ് ടാബ്ലോൻ്റെ പ്ലൂരലാണ് ഇവിടെ കാണുന്നത് ടാബ്ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെല്ലിങ്ങും ശ്രദ്ധിക്കുക, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാബ്ലോൻ്റെ സ്പെല്ലിംഗ്. TABL ടേബിൾ തന്നെയാണ്, പിന്നെ ഒരു AU ആഡ് ചെയ്യും. സോ ടാബ്ലോ അത് സിംഗുലറാണ്, ആൻഡ് ടാബ്ലോസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറലാണ്. ഒന്നുമില്ല, ഈ AUX ചേർത്ത് കഴിഞ്ഞാൽ പ്ലൂറലായി കഴിഞ്ഞു. സോ ടാബ്ലോസ്, അതുകൊണ്ടാണ് ദീസ് ടാബ്ലോസ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതേപോലെ നമുക്ക് ചില വേർഡ്സ് ഇവിടെ നമുക്ക് നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? അലിഗേഷൻ. അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരോപണമാണ്. അലിഗേഷൻ എന്ന് പറയുന്നത് ആരോപണമാണ്. അലിഗേഷൻ അതായത് ദർ ഇസ് എ റോങ് ക്ലെയിം, ഒരു ക്ലെയിമാണ്, ഒരു തെറ്റായ ക്ലെയിമാണ്, ഒരു പ്രൂഫ് ഒന്നുമില്ല. അതിനെയാണ് നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ജസ്റ്റ് ആരോപിക്കുക എന്ന് മാത്രമാണ്. അലിഗേഷൻ ഓഫ് എന്താണ്? പാർട്ടിസൺഷിപ്പ്. ഇല്ലേ, റിപ്പബ്ലിക് ഡേ പരേഡിൽ അങ്ങനെ നടന്നത് 3 സ്റ്റേറ്റ്സിൻ്റെ, ഡൽഹി, പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാളിൻ്റെ ടാബ്ലോ ചൂസ് ചെയ്യാതിരുന്നത് അതൊരു പാർട്ടിസൺഷിപ്പാണ്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, ടു ക്രൈ ഫൗൾ. എന്താണ് ടു ക്രൈ ഫൗൾ എന്ന് പറയുന്നത്? വെസ്റ്റ് ബംഗാൾ ആർ ക്രൈയിങ് ഫൗൾ. വെസ്റ്റ് ബംഗാളും ഡൽഹിയും അതേപോലെ തന്നെ പഞ്ചാബും ദേ ആർ ക്രൈയിങ് ഫൗൾ എന്നാണ് പറയുന്നത്. സോ ക്രൈയിങ് ഫൗൾ എന്ന് പറയുന്നത് സംതിങ് റോങ് ഹാസ് ഹാപ്പൻഡ്, എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ തെറ്റായി നടന്നിട്ടുണ്ട്. സംതിങ് റോങ് ഹാസ് ഹാപ്പൻഡ് എന്നുള്ളത് പറയാണ്. ടു സേ ദാറ്റ് സംതിങ് റോങ് ഹാസ് ഹാപ്പൻഡ്, ഇത് ശരിയല്ല, ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതാണ് ടു ക്രൈ ഫൗൾ എന്ന് പറയുന്നത്. ഇവിടെ തെറ്റ് നടന്നിട്ടുണ്ടെന്ന് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സ്. കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കഴിഞ്ഞിട്ടുള്ളത് അടുത്തത്. 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷം, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷം, പിന്നെ വീണ്ടും ഒരു വർഷം. അപ്പം 3 അടുപ്പിച്ചുള്ള വർഷത്തിനെയാണ് നമ്മൾ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നൊക്കെ മാത്സിൽ നമ്മൾ പഠിക്കാറുണ്ട്. സോ സെയിം അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്, കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ഭാരതീയ ജനതാ പാർട്ടി ഹാസ് അലിഗേഷൻസ് ഓഫ് പാർട്ടിസൺഷിപ്പ് സർഫസ്ഡ്. സർഫസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർഫസ് എന്ന് പറഞ്ഞാൽ പ്രതലം, ഇല്ലേ? സോ സർഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊങ്ങി വന്നിട്ടുണ്ട്, പുറത്തോട്ട് വന്നിട്ടുണ്ട്. അലിഗേഷൻസ് ഓഫ് പാർട്ടിസൺഷിപ്പ് സർഫസ്ഡ് ഡ്യൂറിങ് ദി പ്രീവിയസ് UPA ഗവൺമെൻറ്, UPA റെഷീം എന്നാണ് പറയുന്നത്. സോ സർഫസ് എന്ന് പറഞ്ഞാൽ കം ടു ദി സർഫസ്. സർഫസ്ഡ് എന്ന് പറയുന്നത് കം ടു ദി സർഫസ്, കം ടു ദി സർഫസ് അഥവാ വെളിച്ചത്തിൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിൽ, പുറത്തോട്ട് വരിക എന്നുള്ള അർത്ഥത്തിൽ. റെഷീം എന്ന് പറഞ്ഞാൽ എന്താണ്? റെഷീം എന്ന് പറയുന്നത് ഭരണകൂടം, എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അതാണ് റെഷീം എന്ന് പറയുന്നത്, എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കിയാലോ, പോംപ്. പോംപ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? എ പരേഡ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് പേട്രിയോട്ടിസം ആൻഡ് പോംപ്. പോംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേ എന്നുള്ള അർത്ഥത്തിലാണ്, സ്ട്രോങ് ഡിസ്പ്ലേ എന്നുള്ള അർത്ഥത്തിലാണ് പോംപ് ഉദ്ദേശിക്കുന്നത്. അതായത് ആഡംബരം, ആ ഒരു പേട്രിയോട്ടിസം അതുപോലെ തന്നെ ആ ആഡംബരം ഒക്കെ കാണിക്കുന്നതാണ് റിപ്പബ്ലിക് ഡേയുടെ ടാബ്ലോ എന്ന് പറയുന്നത്. അടുത്ത വേർഡ് നമുക്ക് നോക്കാം, ഹൈലൈറ്റിംഗ് ഇന്ത്യസ് മൈറ്റ് അലോങ് സൈഡ് ഇറ്റ്സ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് സോഫ്റ്റ് പവർ. ഇതും നമുക്ക് മീനിങ് നമുക്ക് ഏകദേശം ഗെസ് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് സോഫ്റ്റ് പവർ.
സോ ഹെറിറ്റേജ് ആൻഡ് സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൃദുവായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ഹാർഡ് പവർ അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഹാർഡ് പവർ എന്ന് പറഞ്ഞാൽ മിലിറ്ററി മൈറ്റാണ്. നമുക്ക് ഇത്രയും മിലിറ്ററി ഉണ്ട്, നമുക്ക് ഇത്രയും പവർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അറ്റാക്ക് വന്നാലും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും നമുക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ് ഹാർഡ് പവർ കാണിക്കുന്നത്. അതേസമയം സോഫ്റ്റ് പവറിൽ ആളെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഫുഡ് കാണിച്ചിട്ടോ അങ്ങനെ ആകർഷിക്കുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. സോഫ്റ്റ് പവർ ഡിപ്ലോമസി എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു തരത്തിലുള്ള ഡിപ്ലോമസിയാണ്. നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് കാണിച്ചിട്ട് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് നോക്കാം. ദ പരേഡ് സെലിബ്രേറ്റ്സ് ദ മെമ്മറി ഓഫ് ദി മൊമെൻറ്റസ് സ്ട്രഗിൾ. എന്താണ് മൊമെൻറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൊമെൻറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുണ്ടായിരുന്ന ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ട്രഗിൾ കാണിക്കുന്ന ഒരു ദിവസമാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. ആ പരേഡ്, ആ മെമ്മറിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ മൊമെൻറ്റസ് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി സിഗ്നിഫിക്കൻറ്റ്. സോ മൊമെൻറ്റസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വെരി സിഗ്നിഫിക്കൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിനിവേശമാണ്, സാമ്രാജ്യത്വമാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. സോ ആ ഇമ്പീരിയലിസത്തിൽ നിന്നുള്ള ഫ്രീഡമാണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. അത് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതൊരു മൊമെൻറ്റസ് ആയിട്ടുള്ളൊരു ഈവൻ്റാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള വേർഡ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ അൺഫോർച്ചുനേറ്റ് ടേൺ ഫോർ എ ചെറിഷ്ഡ് നാഷണൽ ഡേ. ചെറിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെമ്മറബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്നത്, നമ്മളെന്നും ഇഷ്ടപ്പെടുന്നത്, അതാണ് ചെറിഷ്ഡ് എന്ന് പറയുന്നത്. സംതിങ് യു ചെറിഷ് മീൻസ് എന്നും നമ്മുടെ വളരെ ഡിയർ ആയിട്ടുള്ളൊരു സാധനമാണ് ചെറിഷ്ഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓർമ്മയിൽ എന്നും നിൽക്കേണ്ട, നമുക്ക് ഏറ്റവും അഡോറബിൾ ആയിട്ടുള്ള ഒരു ഡേ, ആ ഡേ ആണ് ചെറിഷ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിഗാർഡ്ലെസ് ഓഫ് വെദർ ദിയർ ആംഗ്വിഷ് ഇസ് ജസ്റ്റിഫയബിൾ ഓർ നോട്ട്. ആംഗ്വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെയിൻ, ആ ഒരു വേദനയാണ്. ഈ പറയുന്ന സ്റ്റേറ്റ്സിനെല്ലാം ഉള്ളൊരു വേദന, ആംഗ്വിഷ്, പെയിൻ. അടുത്തത് എഫേർട്സ് ടു മിറ്റിഗേറ്റ് ഇറ്റ് വുഡ് ബിഫിറ്റ് ദി ഒക്കേഷൻ. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് ചെയ്യുക, റെഡ്യൂസ്. അപ്പോൾ അവരുടെ ആ പെയിൻ എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതിന് വല്ല കാര്യമുണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അതൊന്ന് മിറ്റിഗേറ്റ് ചെയ്യണം. മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് ചെയ്യുക, ഒരു പെയിൻ റെഡ്യൂസ് ചെയ്യുക, ലഘൂകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മിറ്റിഗേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഡിമിനിഷ് ചെയ്യുക. മിറ്റിഗേറ്റ് മീൻസ് ടു ഡിമിനിഷ്. ദാറ്റ് വുഡ് ബിഫിറ്റ് ദി ഒക്കേഷൻ. ബിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ഫിറ്റിംഗ് ദി ഒക്കേഷൻ, ആ ഒക്കേഷന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ. അപ്രോപ്രിയേറ്റ്, എന്താണോ ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം വരുന്നത്. ടു സീക്ക് മോർ ഓർ ടു അച്ചീവ് മോർ ഒബ്ജക്റ്റിവിറ്റി ഇൻ ദ സെലക്ഷൻ ഓഫ് ടാബ്ലോ. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയാസ് ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാംസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ ആൻസർ, ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒന്നിൽ കൂടുതൽ ഉത്തരം സാധ്യതയില്ല, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ബയാസ് ഇല്ലാത്ത ഒരു സംഗതിയെയാണ്, സബ്ജക്റ്റീവ് അല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ലീവ് ലിറ്റിൽ റൂം ഫോർ കംപ്ലയിൻറ്റ്. ലിറ്റിൽ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ സ്പേസ്, കംപ്ലയിൻറ്റിനുള്ള ഒരു സാധ്യത വിടാതിരിക്കുക, കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കുക. ലീവ് ലിറ്റിൽ റൂം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സ്പേസ് ഫോർ കംപ്ലയിൻറ്റ്. ദറ്റ് ഇസ് പീപ്പിൾ ഷുഡ് നോട്ട് കംപ്ലയിൻറ്റ്. ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തുള്ള വേർഡ്സ് വന്നിരിക്കുന്നത്. നമുക്ക് ആ വേർഡ്സ് ഒന്നുകൂടി നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞത് പാർട്ടിസൺഷിപ്പ്, ടാബ്ലോയുടെ സ്പെല്ലിംഗ്, ടാബ്ലോയുടെ അതേപോലെ തന്നെ സിംഗുലർ ആൻഡ് പ്ലൂരൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആലിഗേഷൻ എന്ന് പറയുന്ന വേർഡ്, ആരോപണം. ടു ക്രൈ ഫൗൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ടു സേ ദാറ്റ് സംതിങ് ഹാസ് ഹാപ്പൻഡ് റോങ്, എന്തോ സംഭവിച്ചത്, സംതിങ് റോങ് ഹാസ് ഹാപ്പൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് ടു ക്രൈ ഫൗൾ എന്ന് പറയുന്നത്. കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ. സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തി വരിക, അല്ലെങ്കിൽ ടു കം ടു ലൈറ്റ്, ഒബ്സർവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് സർഫസ് എന്ന് പറയുന്നത്. റെഷീം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ഭരണകൂടം, അതാണ് റെഷീം എന്ന് പറയുന്നത്. അടുത്തത് പോംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ, സ്പ്ലെൻഡിഡ് ഡിസ്പ്ലേ, ആഡംബരം എന്നാണ് പോംപ് എന്ന് പറയുന്നത്.
സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ കൾച്ചർ കാണിച്ചിട്ടും ടൂറിസം കാണിച്ചിട്ടും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന മൃദു സമീപനമാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. ദെൻ മൊമെൻറ്റസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം, അതാണ് ഇമ്പീരിയലിസം വരുന്നത്. ചെറിഷ്ഡ് മീൻസ് വാട്ട്? ചെറിഷ്ഡ് മീൻസ് സംതിങ് മെമ്മറബിൾ ഓർ സംതിങ് വിച്ച് വി ലവ്, സംതിങ് വെരി ഡിയർ ടു അസ്. ആംഗ്വിഷ്, ആംഗ്വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ എന്നുള്ള അർത്ഥത്തിൽ. മിറ്റിഗേറ്റ് ഇസ് ടു റെഡ്യൂസ് ഓർ ടു ഡെമിനിഷ്, ലഘൂകരിക്കുക എന്നുള്ള അർത്ഥം. ബിഫിറ്റ് ദി ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ടു ദി ഒക്കേഷൻ എന്നുള്ള അർത്ഥത്തിൽ. ഒബ്ജക്റ്റീവ് ഇസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവിൻ്റെ ഓപ്പോസിറ്റാണ് ഒബ്ജക്റ്റീവ്. ദർ ഈസ് നോ ബയാസ് ഇല്ലാത്തൊരവസ്ഥ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ ടു ലീവ് ലിറ്റിൽ റൂം, ടു ലീവ് ലിറ്റിൽ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലീവ് നോ സ്പേസ്, സ്പേസ് വിടാതിരിക്കുക, നോ സ്പേസ് ഫോർ കംപ്ലയിൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? നമ്മൾ ഇതിനകത്തുള്ള കറൻറ്റ് അഫെയർസ് എന്തൊക്കെയാണ് നമുക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്സിൻ്റെ ടാബ്ലോ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡൽഹി, പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. എന്തിലാണ് ടാബ്ലോ റിജക്റ്റ് ചെയ്തത്? റിപ്പബ്ലിക് ഡേ പരേഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുന്നത് 2024 പരേഡിൽ ഈ 3 സംസ്ഥാനങ്ങളും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ഇതിനകത്തൊരു വ്യക്തമായ കാര്യം പറഞ്ഞിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ആണ് ഡൽഹി ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ആണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏത് പാർട്ടി എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തത് റിജക്റ്റ് ചെയ്തതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഡൽഹി എന്തായിരുന്നു ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഷോക്കേസ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസസ്. പഞ്ചാബിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പഞ്ചാബ് വാണ്ടഡ് ടു ഡിസ്പ്ലേ വാട്ട്? സ്റ്റേറ്റ്സ് ഹെറിറ്റേജ് ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്സ് മാർട്ടിയേഴ്സ് ഓഫ് ഇന്ത്യാസ് നാഷണൽ മൂവ്മെൻറ്റ്. വെസ്റ്റ് ബംഗാളിൻ്റെത് കന്യാശ്രീ പ്രോജക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കന്യാശ്രീ പ്രോജക്റ്റ് അല്ലാതെയും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. കന്യാശ്രീയുടെ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കന്യാശ്രീ പ്രോജക്റ്റ് ടു സെർവ് ഗേൾസ് ഇൻ ദ സ്റ്റേറ്റ് എന്നാണ്. സോ ഗേൾസിനുള്ള എന്തോ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ തന്നെ നോക്കണം എന്താണ് കന്യാശ്രീ പ്രോജക്റ്റ് എന്നുള്ളത്. ഇനി അടുത്തത് ഡൽഹി ആൻഡ് വെസ്റ്റ് ബംഗാൾ നേരത്തെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഡൽഹി ഇറ്റ്സ് പ്രപ്പോസൽ ഹാവ് ബീൻ ടേൺഡ് ഡൗൺ ഫോർ 3 consecutive years. ഓക്കെ, നൗ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ. നൗ 2022 തമിഴ്നാടിൻ്റെ ടേബിളും ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മെൻ ഫോർ പൊളിറ്റിക്കൽ പ്രൊമോഷൻ ദേ ഡിഡ് നോട്ട് മേക്ക് ദ കട്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ദെൻ അലിഗേഷൻ ഓഫ് പാർട്ടിസൺഷിപ്പ് സർഫസ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ്. ഓക്കെ, മേക്ക് ദ കട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടു മേക്ക് ദ കട്ട് എന്ന് പറയുന്നത് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ടു മേക്ക് ദ കട്ട് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്. ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്. ഓക്കെ, മേക്ക് ദ കട്ട് എന്ന് പറയുന്നത് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്. ഓക്കെ, അലിഗേഷൻസ് ഓഫ് പാർട്ടിസൺഷിപ്പ് സർഫസ്ഡ് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് GK സെക്ഷൻ വരുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിന് ഡൽഹി, പഞ്ചാബ്, വെസ്റ്റ് ബംഗാളും അതേപോലെ തന്നെ കന്യാശ്രീ. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? റിപ്പബ്ലിക് ഡേ പരേഡ്, ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെൻറ്റൻസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഷോ ഓഫ് ഹാർഡ് പവർ highlighting India's military might alongside its cultural heritage and soft power. അതേപോലെ തന്നെ ഷോ ഓഫ് സ്റ്റേറ്റ് പവർ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ ഫെസ്റ്റിവൽ ഓഫ് പീപ്പിൾസ് പവർ. അപ്പോൾ നമ്മളൊരു എസ്സേ ഒക്കെ എഴുതുവാണെങ്കിൽ ഇതൊരു നല്ല ഒരു സെൻറ്റൻസ് ആണ്, പീപ്പിൾസ് പവർ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ചില വേർഡ്സൊക്കെ നമ്മൾ എസ്സേയിൽ നേരത്തെ ബൈ ഹാർട്ട് പഠിച്ച് വെച്ചേക്കണം. അപ്പോൾ കാരണം പീപ്പിൾസ് പവർ, ഫെസ്റ്റിവൽ ഓഫ് പീപ്പിൾസ് പവർ, ഷോ ഓഫ് സ്റ്റേറ്റ് പവർ, ബ്യൂട്ടിഫുൾ ആൻഡ് വെരി പവർഫുൾ വേർഡ്സ്. അടുത്തത് പരേഡ് സെലിബ്രേറ്റ്സ് ദി മെമ്മറി ഓഫ് മൊമെൻറ്റസ് സ്ട്രഗിൾ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിനകത്ത് ഈ പോയിന്റ് നമുക്ക് GK കറണ്ട് അഫയേഴ്സ് സെക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീം ഓഫ് 2024 റിപ്പബ്ലിക് ഡേ എന്താണെന്ന് ചോദിക്കാം. ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി ആൻഡ് വികസിത് ഭാരത്, ദറ്റ് ഈസ് ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ആണ്. അടുത്തത് ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹാസ് എൻ ഇലോബറേറ്റ് സ്ക്രീനിങ് മെക്കാനിസം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ആരാണ് സ്ക്രീൻ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാം. ആരാണ് സ്ക്രീൻ ചെയ്യുന്നത്? ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് സ്ക്രീൻ ചെയ്യുന്നത്. അവരാണ് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതും നമുക്കൊരു ചോദ്യമാണ്. അപ്പം അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കമ്മിറ്റി ഓഫ് ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺസ് ആണ് ഫ്രം വേരിയസ് ഫീൽഡാണ് സ്ക്രീൻ ചെയ്യുന്നത്. അവർ നോക്കുന്നത് എന്തൊക്കെ കാറ്റഗറൈസേഷനാണ് അവർ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കുന്നത്? വിഷ്വൽ അപ്പീൽ, അത് എത്രത്തോളം വിഷ്വലി അട്രാക്റ്റീവ് ആണെന്ന് നോക്കും ആ ടാബ്ലോ.
അതേപോലെ തന്നെ എങ്ങനെയാണ് അത് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ഓൺ ദി മാസസ്. അതേപോലെ എന്താണ് തീം, എത്രത്തോളം ഡീറ്റെയിലിംഗ് ഉണ്ട്, ഡിഗ്രി ഓഫ് ഡീറ്റെയിലിംഗ്, മ്യൂസിക് എന്താണ്, ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലോക്കൽ ആർട്ടിസ്റ്റ് ഒക്കെ ഇൻവോൾവ് ആണോ എന്നൊക്കെയുള്ളതാണ് കീ ഡിസൈഡിങ് ഫാക്ടേഴ്സ് ഇൻ ദ സെലക്ഷൻ ഓഫ് എ ടാബ്ലോ. ഒരു പക്ഷേ ഈ ചോദ്യവും നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ബാക്കിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൺക്ലൂഷൻ പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ GK സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് GK കറണ്ട് അഫയേഴ്സ് ആ പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് റിജക്റ്റ് ചെയ്തത്, ഡൽഹി, പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അതേപോലെ തന്നെ അവിടെ ഭരിക്കുന്ന പാർട്ടി ഏതാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. കന്യാശ്രീ പ്രോജക്റ്റ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചോദിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന തീം എന്താണെന്നുള്ളത് ചോദിക്കാവുന്നതാണ്. അതേപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആരാണ് സ്ക്രീൻ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാം, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അതേപോലെ എന്തൊക്കെയാണ് ഡിസൈഡിങ് ഫാക്ടേഴ്സ് എന്നും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തൊരു GK സെക്ഷന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനാകെ 2 പാരഗ്രാഫേ ഉള്ളൂ, ജസ്റ്റ് 2 പാരഗ്രാഫ്സ്. പക്ഷേ ഈ 2 പാരാസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലൈൻ വായിക്കുമ്പം പ്രത്യേകിച്ച് വലിയ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ ഡയറക്റ്റായിട്ട് കാര്യത്തിനെ അഡ്രസ്സ് ചെയ്തിരിക്കുവാണ്. എന്താണ് കാര്യം എല്ലാം പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പോസിഷൻ റൂൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൽഹി, പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇഷ്യൂ എന്നുള്ളത്, എന്തായിരുന്നു റീസൺ എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ ഓഫ് പാർട്ടിസൺഷിപ്പ് ആണെന്നുള്ളതും. എന്നിട്ട് ഈ പറയുന്ന ഒപ്പോസിഷൻ റൂൾഡ് ഡൽഹി, പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് സെക്കൻഡ് ലൈനിൽ പറയുന്നത് ഏത് പാർട്ടിയാണ് ഓരോ സ്ഥലത്തും ഭരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിനകത്ത് ഓരോ പാർട്ടിയും ഓരോ സ്റ്റേറ്റും എന്ത് തരത്തിലുള്ള ടാബ്ലോ ആണ് എക്സിബിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും പറഞ്ഞ് നിർത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു, വേറൊന്നും അതിനകത്ത് എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം പോയിൻറ്റ്സ് മാത്രമാണ്. ഇനി പറയുന്നത് ഹിസ്റ്ററിയാണ്. കുറച്ച് മുമ്പും ഇങ്ങനെ ഇതുപോലെ നടന്നിട്ടുണ്ട്. സിമിലർ പ്രപ്പോസൽസ് ബൈ ഡൽഹി ആൻഡ് വെസ്റ്റ് ബംഗാൾ നേരത്തെ അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഇങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല 2022 ഈ പറഞ്ഞ സ്റ്റേറ്റ് അല്ലാതെ മറ്റൊരു സ്റ്റേറ്റിനും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദ യൂണിയൻ ഗവൺമെൻറ് ഈസ് റിജക്റ്റിംഗ് എന്നാണ് പറയുന്നത്. നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ് BJP, ഭാരതീയ ജനതാ പാർട്ടി എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. റൂളിംഗ് പാർട്ടി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എന്താണെന്നുള്ളത് പറയാനുള്ളത് അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുമാത്രവുമല്ല പഴയ UPA റിഷീമിൽ എങ്ങനെയായിരുന്നു ഇങ്ങനെയൊരു സിറ്റുവേഷൻ BJP റൺ ഗുജറാത്ത് ഗവൺമെൻറ്റിനും നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട്, വളരെ അൺബയാസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, സെക്കൻഡ് പാരഗ്രാഫ് ഈസ് ഓൾ അബൌട്ട് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ഒരു മൊമെൻറ്റസ് ഒക്കേഷന് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫിൽ റിപ്പബ്ലിക് ഡേയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ പ്രസക്തി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് തുടങ്ങുന്നത് തന്നെ നാഷണൽ സെലിബ്രേഷൻ ഇസ് വൺ ദാറ്റ് ക്യാൻ ഡു വിത്തൗട്ട് സച്ച് കോൺട്രവേഴ്സീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ എന്തുകൊണ്ട് അങ്ങനെ കോൺട്രവേഴ്സി പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാണ്. ദാറ്റ് റിപ്പബ്ലിക് ഡേ പെട്രോട്ടിസം ആൻഡ് പോംപാണ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിൻ്റെ ഒബ്സർവൻസ് ആണ്, ഹാർഡ് പവർ ഉണ്ട്, സോഫ്റ്റ് പവർ ഉണ്ട്, സ്റ്റേറ്റ് പവർ ഉണ്ട്, പീപ്പിൾസ് പവർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യുവാണ് ദാറ്റ് വി ഡോണ്ട് റിക്വയർ സച്ച് കോൺട്രവേഴ്സീസ് എന്നുള്ളത്. അതുമാത്രമല്ല അതൊരു മൊമെൻറ്റസ് അക്കേഷനാണ്, ഫ്രീഡം ഫ്രം ഇമ്പീരിയലിസം, മോഡേൺ ഡെമോക്രാറ്റിക് നേഷൻ. അതിൻ്റെ കൂടെ തന്നെ 2024 റിപ്പബ്ലിക് ഡേ തീമും കൂടി പറയുന്നുണ്ട്, മദർ ഓഫ് ഡെമോക്രസിയാണ്. സോ ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സിയൊക്കെ ഒഴിവാക്കാം, ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് ദാറ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് സ്ക്രീൻ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ആരാ സെലക്ട് ചെയ്യുന്നതെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും വരും. അപ്പോൾ അത് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണെന്നുള്ളതും, അതിന് എങ്ങനെയാണ് ആരൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ സ്ക്രീൻ ചെയ്യുന്നത്, സോ ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺസ് ഉണ്ട്, ഡിസൈഡിങ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതും വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്.
വിഷ്വൽ അപ്പീൽ, ഇമ്പാക്റ്റ് ഓൺ ദി മാസസ്, തീം, അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡീറ്റെയിലിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. നമ്മളൊരു എസ്സേ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളൊരു ജനറൽ ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് താഴെ തന്നിരിക്കുന്ന ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇത് എങ്ങനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതും വളരെ ഭംഗിയായിട്ടാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. It is an unfortunate turn for a cherished national day that some states feel excluded from it for political reasons. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വേറൊരു രീതിയിൽ അതിനെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ പൊളിറ്റിക്കൽ റീസൺസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദിയർ ആംഗ്വിഷ് ഇസ് ജസ്റ്റിഫയബിൾ ഓർ നോട്ട്. അതായത് റൈറ്റർ ഒരു രീതിയിലും ഈ പറയുന്ന ഇവരുടെ പെയിൻ അല്ലെങ്കിൽ ഇവരുടെ ടോർമെൻറ്റ്, ഈ പറയുന്ന 3 സ്റ്റേറ്റ്സിൻ്റെയും ആംഗ്വിഷ് ജസ്റ്റിഫയബിൾ ആണെന്ന് പറയുന്നില്ല. ജസ്റ്റിഫയബിൾ ആണോ അല്ലയോ എന്നുള്ളത് പുള്ളിക്കറിയില്ല. പക്ഷേ എഫേർട്സ് ടു മിറ്റിഗേറ്റ് ഇറ്റ് വുഡ് ബിഫിറ്റ് ദി ഒക്കേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കോൺട്രവേഴ്സി നമുക്ക് ഒഴിവാക്കാൻ, ആ ഒക്കേഷന് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ആ കോൺട്രവേഴ്സി ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഷുഡ് സീക്ക് വേയ്സ് ടു അച്ചീവ് മോർ ഒബ്ജക്റ്റിവിറ്റി ഇൻ ദ സെലക്ഷൻ ഓഫ് ടാബ്ലോസ് ആൻഡ് ലീവ് ലിറ്റിൽ റൂം ഫോർ കംപ്ലയിൻറ്റ്. സോ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ആർട്ടിക്കിളാണ്, ബ്യൂട്ടിഫുള്ളി റിട്ടൺ. അതേപോലെ പവർഫുൾ യൂസ് ഓഫ് വേർഡ്സ് ആണ്. വാക്കുകളൊക്കെ വളരെ വ്യക്തമായിട്ടും അതേപോലെ തന്നെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അനാവശ്യമായിട്ടുള്ള വേർഡ് പ്ലേ ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും എസ്സേ എഴുതുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് നമുക്ക് 200 വേർഡ്സോ 250 വേർഡ്സോ നമ്മൾ അനാവശ്യമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഇല്ലാതായി പോകും. അതേപോലെ തന്നെ കറക്റ്റായിട്ടാണ് തോട്ട് പ്രോസസ്സ് വരുന്നത്. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളതും അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെ നമുക്കൊരു എസ്സേ എഴുതാവുന്നതാണ്. ഇങ്ങനെ ഒരു രീതിയിൽ എസ്സേ എഴുതാം. പക്ഷേ എസ്സേ എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് എന്താണ്? നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കണം, നല്ലൊരു കോണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ പറയുന്ന ഈ ന്യൂസ് ഐറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, നമ്മൾ കുറച്ച് വേർഡ്സ് കണ്ടു, ആസ് വെൽ ആസ് ഇഡിയംസ്, യൂസേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫെയർസ് ന്യൂസ് എന്താണ്, ഐറ്റം എന്താണെന്നുള്ളത് കണ്ടു. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, പവർഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെ നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യണം എന്നുള്ളതും നമ്മൾ കണ്ടു. ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും ഇതേപോലെ ഒരു ആർട്ടിക്കിൾ അനാലിസിസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്